15 കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാൻ വ്യക്തി നിയമപ്രകാരം അവകാശമുണ്ടെന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ശരിവെച്ച ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ അപ്പീൽ തള്ളിയ സുപ്രീം കോടതി ബാലാവകാശ കമ്മീഷനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. 16 വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയുടെയും 30 വയസ്സുകാരന്റെയും വിവാഹം ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. പ്രായപൂർത്തിയാവാതെ വിവാഹം കഴിച്ചവരെ സംരക്ഷിക്കുന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്യാൻ ബാലാവകാശ കമ്മീഷന് എന്ത് കാര്യമെന്നും ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷനായ ബെഞ്ച് ചോദ്യം ചെയ്തു. നിയമപരമായി 18 വയസ്സ് തികയാത്ത പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാനാകില്ലെന്നിരിക്കെ വ്യക്തി നിയമത്തിന്റെ മാത്രം പിൻബലത്തിൽ അത് സാധ്യമാകുമോ എന്ന നിയമപ്രശ്നമെങ്കിലും തുറന്നുവെക്കണമെന്ന ബാലാവകാശ കമ്മീഷന്റെ ആവശ്യവും സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. ഇതിൽ നിയമപ്രശ്നമൊന്നും ബാക്കി നിൽക്കുന്നില്ലെന്നും അത് ഉചിതമായ കേസിൽ ഉന്നയിച്ചുകൊള്ളാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പ്രായപൂർത്തിയായില്ലെങ്കിലും മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഋതുമതിയായ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാനും ഒപ്പം താമസിക്കാനും മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമില്ലെന്നായിരുന്നു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെയും ഡൽഹി ഹൈക്കോടതിയുടെയും വിധി. 16-കാരിയും 21-കാരനും പെൺകുട്ടിയും യുവാവും കുടുംബത്തിന്റെ ഭീഷണിയിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. 15-കാരിയെ വിവാഹം കഴിച്ചയാൾക്കെതിരെ കുടുംബം പോക്സോ കേസ് നൽകിയിരുന്നു. ഇതും കോടതി തള്ളുകയാണ് ഉണ്ടായത്. ഇത് ചോദ്യം ചെയ്താണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ സുപ്രീം കോടതിയിലെത്തിയത്. എന്നാൽ ബാലാവകാശ കമ്മീഷന്റെ അപ്പീൽ തള്ളിയ കോടതി കമ്മീഷനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കാനും മറന്നില്ല. പരസ്പര സമ്മതത്തോടെയുള്ള കൗമാര ബന്ധങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കോടതികൾ കഠിനമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണമെന്ന് വാദം കേൾക്കുന്നതിനിടെ ജസ്റ്റിസ് BV നാഗരത്ന നിരീക്ഷിച്ചു. 2022 നടന്ന 16-കാരിയുടെ 21-കാരന്റെ വിവാഹ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഹൈക്കോടതി ഇരുവർക്കും അനുകൂലമായ വിധി പുറപ്പെടുവിച്ചതും സംരക്ഷണം ഒരുക്കിയതും. മുസ്ലിം വ്യക്തി നിയമത്തെ ആയിരുന്നു ഹൈക്കോടതി ഈ കേസിൽ ഉയർത്തിക്കാട്ടിയത്. മുസ്ലിം വ്യക്തി നിയമപ്രകാരം പ്രായപൂർത്തിയായില്ലെങ്കിലും ഋതുമതിയായ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിച്ച് ഒപ്പം താമസിപ്പിക്കാൻ മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമില്ലെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയും ഡൽഹി ഹൈക്കോടതിയും അന്ന് വിധിച്ചിരുന്നു. 16-കാരിയും 21-കാരനും വീട്ടുകാരിൽ നിന്ന് സുരക്ഷ തേടിയെത്തിയപ്പോഴായിരുന്നു മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നായ സർദിൻ ഷാ ഫർദുൻജി മുല്ലയുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോയുടെ 195 അനുച്ഛേദ പ്രകാരം പ്രത്യുൽപാദനശേഷി കൈവരുന്ന പ്രായമായാൽ വിവാഹിതരാകാമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി പറഞ്ഞു. അത് തെളിയിക്കാനാവാത്ത പക്ഷം 15 വയസ്സ് തികഞ്ഞാൽ മതി. 15-കാരിയെ വിവാഹം കഴിച്ചയാൾക്കെതിരെ വീട്ടുകാർ അന്ന് പോക്സോ കേസ് നൽകിയിരുന്നു. കോടതി അത് തള്ളുകയും ചെയ്തു. ബലാത്സംഗമാണ് നടന്നതെങ്കിൽ മുസ്ലിം വ്യക്തി നിയമപ്രകാരം പ്രായപൂർത്തിയായി എന്നത് പോക്സോ കുറ്റം ഒഴിവാക്കാനുള്ള കാരണമല്ലെന്ന് മറ്റൊരു കേസിൽ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. 18 വയസ്സ് തികയാത്ത പെൺകുട്ടിക്ക് നിയമപരമായി വിവാഹം കഴിക്കാനാവില്ലെന്നിരിക്കെ വ്യക്തി നിയമത്തിന്റെ മാത്രം പിൻബലത്തിൽ അത് സാധിക്കുമോ എന്ന നിയമപ്രശ്നമെങ്കിലും തുറന്നു വെക്കണമെന്ന കമ്മീഷന്റെ ആവശ്യവും കോടതി തള്ളി. ഇതിൽ നിയമപ്രശ്നമൊന്നും ബാക്കി നിൽക്കുന്നില്ലെന്നും അത് ഉചിതമായ കേസ് ഉന്നയിച്ചുകൊള്ളാനും ജസ്റ്റിസ് R മഹാദേവൻ കൂടിയ അംഗമായ ബെഞ്ച് നിർദ്ദേശിക്കുകയായിരുന്നു.